എൻ്റെ പേര് സിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ അന്നമനടയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ഫെബ്രുവരിയിലാണ്. ഇതെൻ്റെ മോളാണ്. ഇവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നുണ്ട്. ഇവൾ കഴിഞ്ഞ വർഷമാണ് ആദ്യം +2 പാസ്സായത്. അപ്പോൾ നേഴ്സിങ്ങിന് അബ്രോഡ് പോയി പഠിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ UK നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഞങ്ങൾ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ് നോക്കിക്കൊണ്ടിരുന്നത്. +2 മാർക്ക് ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ ഞങ്ങൾ IELTS ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പിന് ചേരണമെന്നുണ്ടെങ്കിൽ IELTS 7 ഇൻഡിവിജ്വലി 7 മാർക്ക് വേണമായിരുന്നു. അങ്ങനെ 1-2 പ്രാവശ്യം ഇവൾ IELTS എഴുതി. പക്ഷെ അവൾക്ക് ഓവറോൾ 7 കിട്ടിയെങ്കിലും അവൾക്ക് ഇൻഡിവിജ്വലി സ്പീക്കിങ്ങിന് മാർക്ക് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ തീവ്രമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ വന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂവിന് അവൾ പാസ്സായില്ല, റിജക്ഷൻ വന്നു. പിന്നെ രണ്ടാമതും വേറൊരു കോളേജിൽ നിന്ന് വന്നെങ്കിലും അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല. പക്ഷേ അതിക്ക് മുമ്പ് തന്നെ അവൾക്ക് റിജക്ഷൻ വന്നു. പിന്നെ മൂന്നാമത് അബരിസ്റ്റ്യൂത്ത് എന്ന് പറഞ്ഞൊരു കോളേജിൽ നിന്നാണ് ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ ഇതിന് ഈ 2 കോളേജിൽ നിന്ന് റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഈ ഇൻ്റർവ്യൂ അവൾ പാസ്സാവുകയാണെങ്കിൽ ഈ ഫുള്ളി സ്കോളർഷിപ്പ് അവൾക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്, അവൾ പോണതിന് മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഫീസ് ഇല്ലാണ്ട് പഠിക്കാം. അങ്ങനെയാണ്. അങ്ങനെ അവൾ മൂന്നാമതായിട്ട് അബരിസ്റ്റ്യൂത്ത് എന്ന് പറഞ്ഞ കോളേജിൽ നിന്ന് ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ അവൾക്ക് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നെറ്റിയിൽ തൈലം പൂശി വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതറി. പിന്നെ അച്ഛൻ തന്ന കാശുരൂപം ഞാൻ അവളുടെ ഡ്രസ്സുമ്മ കൊളുത്തി കൊടുത്തു. ഞാനിട്ട് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൾക്ക് വൈകുന്നേരമായപ്പോൾ ഒരു മെയിൽ വന്നു. അവൾക്ക് ഇൻ്റർവ്യൂ നല്ല എളുപ്പമായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോൾ അവൾക്ക് മെയിൽ വന്നു, ഇൻ്റർവ്യൂവിന് അവൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. പിന്നെയും അങ്ങനെ 1-2 പ്രാവശ്യം കൺഫ്യൂഷനായി. അവർ പറഞ്ഞു, ഇവളിപ്പോൾ മെയിൽ അയച്ചു, ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണേ. 1-2 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരു ഓഫർ ലെറ്റർ വന്നു. അവൾ ഇൻ്റർവ്യൂവിന് പാസ്സായി. അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരുന്നു. അപ്പോൾ അതിന് നമുക്ക് IELTS സ്കോർ വേണ്ട, അവൾക്ക് +2 മാർക്ക് തന്നെ മതിയായിരുന്നു. അങ്ങനെ ആ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ്. 54 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് എൻ്റെ മോൾക്ക് കിട്ടിയത്. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൾ ഓഗസ്റ്റ് 9 പോവും, അപ്പോൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ മോളെയും കൊണ്ട് വന്നത്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അനാഥാലയങ്ങളിലേക്കൊക്കെ സംഭാവന കൊടുക്കാറുണ്ട്, പാവപ്പെട്ടവർ രോഗികളെയൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ നമ്മൾ മൊബൈലിലേക്ക് വരുന്ന ഓരോ രോഗികൾക്കൊക്കെ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട്, അത് സ്റ്റാറ്റസ് ഇടാറുണ്ട്. ആത്മീയപരമായിട്ട് എല്ലാ ദിവസമൊക്കെ പള്ളിയിൽ പോകാറുണ്ട്. ചില ദിവസങ്ങളൊക്കെ മുടക്കം വരാറുണ്ട്. എങ്കിലും കൊന്തയ്ക്ക് എത്തിക്കാനൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കാനൊക്കെ എപ്പോഴും സാധിക്കാറുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. മമ്മി എന്നോട് ഉടമ്പടി എടുത്തത്, അപ്പോൾ ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോഴും എപ്പോഴും ഞങ്ങൾ കുറേ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്കും എനിക്ക് അച്ഛൻ തന്ന ലോക്കറ്റ് ഡ്രസ്സുമ്മ പിൻ ചെയ്യായിരുന്നു. പിന്നെ ഉടമ്പടി ഉപ്പൊക്കെ വിതറിയിട്ടാണ് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവും കൂടിയിരുന്നത്. പിന്നെ അത് മാത്രമല്ല തൈലം പുരട്ടാറുണ്ടായിരുന്നു എൻ്റെ നെറ്റത്ത്. അങ്ങനെയാണ് ഇൻ്റർവ്യൂ കൂടിയത്. അപ്പോൾ 3ാമത്തെ കോളേജ് ആയപ്പോഴേക്കും എനിക്ക് നല്ല രീതിക്ക് തന്നെ പറയാൻ പറ്റി. അതിന് മുമ്പാണ് മമ്മി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് മാതാവിനെ നേർച്ച നേർന്നത്. അപ്പോൾ 3ാമത്തെ കോളേജിലേക്ക് നന്നായിട്ട് തന്നെ പറയാൻ പറ്റി. കാരണം അത്രയും നാളും എനിക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് വിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റി. ഇത്രയും നല്ലൊരു അനുഗ്രഹം തന്ന മാതാവിന് ഒത്തിരി നന്ദി. ഈശോയ്ക്കും 1000 നന്ദി. 62:3 കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും, നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. സണ്ണി എന്ന ഈ സഹോദരി തൻ്റെ മകളോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ കുടുംബത്തിന് ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ +2 പഠനശേഷം വിദേശ രാജ്യത്തുള്ള പഠനത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ നാളുകളിൽ ഈ സഹോദരി എടുത്ത ഉടമ്പടി എങ്ങനെ
അനുഗ്രഹമായി തീർന്നുവെന്ന സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുന്നു. മകൾ പറയുന്നുണ്ട്, ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴും അതിനുശേഷം ലഭിച്ചത് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടില്ല എന്ന റിപ്ലൈ ആണ്. മകൾ തുടർച്ചയായി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത കാര്യം അറിയിക്കുന്നുണ്ടെങ്കിലും അതവിടെ അക്സെപ്റ്റഡായി മാറുന്നുമില്ല. രണ്ടുപേരും അമ്മയുടെ അരികിൽ ഈ പ്രതിസന്ധികളും തടസ്സങ്ങളും മാറുന്നതിന് സഞ്ചാരി മാതാവ് കാര്യങ്ങൾ ക്രമീകരിച്ച് നൽകുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ ക്ലിയർ ആവുകയും IELTS സ്കോർ വേണ്ടെന്ന് പോലും പറയുകയും അവിടെ ഏറ്റവും മികച്ച ഒരു കോളേജിൽ മകൾക്ക് അവിടെ അഡ്മിഷൻ ശരിയാവുകയും ചെയ്തു. അഡ്മിഷൻ കിട്ടിയെന്ന് മാത്രമല്ല 54 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പോടു കൂടിയാണ് മകൾക്ക് വിദേശ പഠനത്തിലുള്ള കാര്യങ്ങൾ അമ്മ മാതാവ് ഒരുക്കി കൊടുത്തത്. ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ് ഭാരങ്ങൾ ലഘൂകരിച്ച് തരിക. നമ്മുടെ ഏതൊരു ബേർഡനും ഹെവി ഹാർട്ടായിട്ടുള്ള ഏതൊരു വിഷയത്തെയും അമ്മ മാതാവ് തിരുക്കുമാരന് കൊടുത്ത് ആ ഭാരങ്ങൾ ലഘൂകരിച്ച് കൂടുതൽ ജീവിതത്തെ ദൈവനാമം മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ ലളിതമായി സന്തോഷകരമായി ദൈവം നമുക്ക് കൈപിടിച്ച് നടത്തിയ വഴികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്ന സാക്ഷ്യത്തിൻ്റെ പ്രത്യേകതയും അതാണ്. ആദ്യം കുറച്ചധികം തിരിച്ചടികളോ പരാജയങ്ങളോ ആ മകളുടെ തുടർ പഠന മേഖലയിൽ കാണുമ്പോഴും ഒട്ടും നഷ്ടധൈര്യരാവാതെ നിരാശപ്പെടാതെ കൂടുതൽ അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ആ നേർച്ചവസ്തുക്കളുടെ പ്രയോഗത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും അമ്മ മാതാവ് കൂടെ നിന്നെ സഹായിക്കുകയും ചെയ്യുമെന്ന ബോധ്യത്തിൽ ആ ഉടമ്പടി ജീവിതം വിശ്വസ്തതയോടെ മുന്നോട്ട് നയിച്ചപ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള സ്കോളർഷിപ്പോടുകൂടി വളരെ ശാന്തമായിട്ട് സുരക്ഷിതമായിട്ട് ഒരു മികച്ച ഇടത്തേക്ക് മകൾക്കുള്ള തുടർ പഠനത്തിൻ്റെ സാധ്യതകൾ അമ്മ മാതാവ് തുറന്നു കൊടുക്കുന്നു. അതിനെയാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.